ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബാസൂൺ കമ്പനിയുടെ ഒരു മോണോ ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മോണോ ആയിട്ടും നമുക്ക് സ്റ്റീരിയോ ആയിട്ടും ഒരു ബോർഡിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷൻ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റർ 47K റെസിസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽസ് കൊടുത്തിട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻപുട്ട് ഷോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മോണോ ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് 38 വോൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വലിയ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ohms കൊടുക്കുന്നതിനും വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ ഹീറ്റ് സിങ്ക് നല്ല ഫാനും യൂസ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 8 ohms ബ്രിഡ്ജ് ചെയ്ത ആംപ്ലിഫയറുകൾ 8 ohms മസ്റ്റാണെന്ന് പറയാറുണ്ട്. എന്നാലും ചില ആൾക്കാർ 4 ohms ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. AB ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ 4 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ് ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡ് JBL വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല അത് ചൂടാകുമ്പോൾ നമ്മൾ നല്ല ഹീറ്റ് സിങ്കും നല്ല ഫാനും അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല വർക്കിങ്ങുമാണ് സംഭവം. അതായത് ഈ മോസ്ഫെറ്റിൻ്റെ AB ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. 8 ohms കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് 8 ohms ഈ പറയുന്ന ഒരു 250 watts ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 300 watt എന്നൊക്കെ പറയുന്നുണ്ട്. 300 watt കിട്ടുമോ എന്നുള്ള എനിക്കറിയില്ല. എന്തായാലും 200-250 watts ഉറപ്പായിട്ട് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഇത് ബാസൂൺ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് വൃത്തി കാണും. പിന്നെ ഈ ക്വാളിറ്റി, ഈ PCBക്കും നല്ല ക്വാളിറ്റിയാണ് അവരുടെ പ്രോഡക്റ്റ്. അതാണ് ഞാൻ ബാസൂൺ കമ്പനിയിൽ കണ്ടൊരു പ്രത്യേകതയായിട്ട് എനിക്കുള്ളത്. കൂടാതെ വില ഒരല്പം മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഒരല്പം വില കൂടുതലായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PCBയുടെ ക്വാളിറ്റിയും ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയും ഒക്കെ മറ്റുള്ള കമ്പനിയായിട്ട് ഒരല്പം വ്യത്യാസം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു വില കാണില്ല. നല്ല കട്ടിയുള്ള നല്ല PCBയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. വൃത്തിയുള്ള PCBയിലാണ് ചെയ്തിട്ടുള്ളത്. സോൾഡറിങ് മാസ്ക് ആയാലും ട്രാക്കൊക്കെ ആയാലും അതിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വില കൂടുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് അങ്ങോട്ട് ബോർഡ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു വേറെ കാര്യം. അതുപോലെ ഇത് ഫുൾ SMD ആണ്. ഫുൾ SMD അപ്പോൾ വർക്കുണ്ട് ഇതിനകത്ത്. ആ വർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ബോർഡിൻ്റെ ഒരു വില വരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇതെനിക്ക് 1000 രൂപയ്ക്കകത്തുള്ളൊരു വിലയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കാര്യം ഇത്രയും വളരെ കോമ്പാക്റ്റാണ്. കാര്യം ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ബോർഡും തന്നെയാണ്. വളരെ കോമ്പാക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് ക്യാബിനറ്റിനകത്ത് വളരെ കുറച്ച് സ്പേസും മതി. ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ വരുന്നത്. പിന്നെ ഒരു കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും ഇത് AB ഇലക്ട്രോണിക്സ് ആണ് സെയിൽ ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും അവരിത് സർവീസ് ചെയ്തും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഗുണമുണ്ട് നമുക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആയാലും ശരിയാക്കാൻ പറ്റും. ചില ഇതൊക്കെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ചില കടക്കാർ കൈ ഒഴിയും. AB ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ അവരതിനെ സർവീസ് ചെയ്ത് തരാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് AB ഇലക്ട്രോണിക്സിൽ കുറച്ച് വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പറയണം, കടയിൽ പറയണം എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അവരുടെ ബിസിനസ് അവരുടെ രീതിയായിരിക്കും. അവർ വില കൂട്ടി വിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആളിന് കുറവൊന്നുമില്ല. കാര്യം അവർ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ലതായിരിക്കും. അവിടെ നിന്ന് വാങ്ങുന്ന എന്തെങ്കിലും സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ അവരത് തിരിച്ചെടുത്തിട്ട് വേറെ പകരം സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കടകളെ പോലെ ഇത് തിരിച്ച് തരത്തില്ല, മാറ്റി തരത്തില്ല, അങ്ങനെ ആ ഒരു രീതി അവരുടെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. പിന്നെ അവരുടെ സർക്യൂട്ടുകൾ, അവർ ചെയ്യുന്ന സർക്യൂട്ടുകളെല്ലാം തന്നെ നല്ല സർക്യൂട്ടുകളും കംപ്ലൈൻറ്റ് കുറവൊക്കെ ആയിട്ടുള്ള സർക്യൂട്ടുകളാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ സർവീസും ചെയ്ത് തരുന്നുണ്ട് സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ കുറച്ച് ഗുണം ആ കടയിലുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിലയുടെ കേസ് നിങ്ങൾക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് തന്നെ സംസാരിക്കാം അവരുടെ അടുത്ത്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ നിങ്ങളെ ഈ പോലത്തെ സാധനങ്ങൾ പരിചയപ്പെടുത്തുക. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മാത്രം പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ബാസൂൺ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ, അവരുടെ പ്രോഡക്റ്റുകൾ ഏകദേശം എല്ലാം നല്ലത് തന്നെയാണ്. ബാസൂണിൻ്റെ റിമോട്ട് കിറ്റൊക്കെ വാങ്ങിയ ആൾക്കാരെല്ലാം കൊള്ളാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും തന്നെയാണ്. കൂടുതൽ റിവ്യൂ പറയാനായിട്ടൊന്നുമില്ല. മോണോ ആയിട്ടാണെങ്കിൽ നമുക്കൊരു 250-300 വാട്ടിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സ്റ്റീരിയോ ആണെങ്കിൽ 100+100 എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും തന്നെയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.